കോഴിക്കോട് താമരശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന ബെന്നിക്ക് മരണശേഷം നിയമനം അംഗീകരിച്ച ഉത്തരവ്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മതിയായ രേഖകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ഇതോടെ 9 മാസത്തെ ശമ്പളം അലീനയുടെ കുടുംബത്തിന് ലഭിക്കും. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എത്ര വൈകിയുണ്ടായൊരു നടപടിയാണ്, ഒരു ജീവനാണ് ഇതിലൂടെ നഷ്ടമായത്? തീർച്ചയായും അനുജ, 5 വർഷത്തോളമാണ് 2 എയ്ഡഡ് സ്കൂളുകളിലായി അധ്യാപികയായി അലീന ബെന്നി ജോലി ചെയ്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 സ്കൂളുകളിലും അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെട്ടിരുന്നില്ല. ശമ്പളം പോലും ഇല്ലാതെയാണ് ഈ വർഷങ്ങളിലെല്ലാം അലീന ജോലി ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സങ്കടകരമായ കാര്യം. അതിനൊടുവിൽ അതിൻ്റെ ഒരു മാനസിക വിഷമം അലീനയ്ക്കുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 അലീന ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരം ഈ മനോവിഷമത്തിനൊടുവിലാണ് അലീന ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതാണ്. ഇത് കഴിഞ്ഞ് ഫെബ്രുവരി 19 അലീനയുടെ ആത്മഹത്യ കഴിഞ്ഞ് ഈ മാർച്ച് 15 അലീനയുടെ നിയമനം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയാണ്. ഈ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള എഡ്യൂക്കേഷണൽ സൊസൈറ്റി മതിയായ രേഖകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഈ നടപടി, ഈ നിയമനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഇതിൽ ആദ്യം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഈ എഡ്യൂക്കേഷണൽ സൊസൈറ്റി കൃത്യമായ രേഖകൾ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകിയില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ നിയമനം സ്ഥിരപ്പെടുത്താൻ അതിന് തയ്യാറാകാതിരുന്നത്, അതിന് കഴിയാതിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഈ നിയമനം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുമ്പോൾ അത് കാണാൻ അലീനയില്ല എന്നുള്ളത് ഒരു ദുഃഖമായി തന്നെ അവിടെ അവശേഷിക്കുകയാണ്. കൂടാതെ കോടഞ്ചേരി സ്കൂളിൽ അലീന 1 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശമ്പളം പ്രതിദിനം 955 രൂപ നിരക്കിൽ അലീനയുടെ കുടുംബത്തിന് ലഭിക്കുമെന്ന് പറയുന്നു. അതായത് അതിനു മുൻപ് കട്ടിപ്പാറ സ്കൂളിൽ ജോലി ചെയ്ത ശമ്പളം അത് അലീനയ്ക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഈ ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട്, അവിടെ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇനിയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അലീനയുടെ ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് മരിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷം അതിനിടയിൽ തന്നെ പുറത്തു വരുന്നു. അലീനയുടെ 9 മാസം ഉള്ള ശമ്പളം അത് അലീനയുടെ കുടുംബത്തിന് ലഭിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും ഗുണം ലഭിക്കുന്നില്ല അലീനയ്ക്ക് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അലീന ബെന്നിയുടെ മരണശേഷമാണ് നിയമനം അംഗീകരിച്ചുള്ള ഉത്തരവ് പുറത്തുവരുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മതിയായ രേഖകൾ സമർപ്പിക്കുന്നു. അതിന് പിന്നാലെ നടപടി ഉണ്ടാവുകയാണ്. 9 മാസത്തെ ശമ്പളം അലീനയുടെ കുടുംബത്തിന് ലഭിക്കും. പക്ഷേ നഷ്ടപ്പെട്ടു പോയൊരു ജീവന് പകരമല്ല ഇതൊന്നും എന്നുള്ളതാണ് പ്രധാനം.